അസ്സലാമലൈക്കും. ഇപ്പൊ ഒരുപാട് ആളുകള് ഒരുപാട് ഫേക്ക് വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ യു എയിൽ ഇപ്പൊ ഒരുപാട് കച്ചവടക്കാരനെ ഒരുപാട് ഭയന്നിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ചെയ്യുന്ന ആളുകളെ വെട്ടിച്ചുരുക്കുക, അതുപോലെ തന്നെ സാലറി കട്ട് ചെയ്യുക. അതിനൊന്നും ആവശ്യകത ഇല്ല. അപ്പൊ യു എ നിങ്ങളെ കൂടെ, സർക്കാർ ഞങ്ങളെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസുകളോ അല്ലെങ്കിൽ ആൾക്കാരെ പാനിക് ആക്കുന്ന ന്യൂസുകളോ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പുറത്തിടുന്നത്? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്, ഈ ഇപ്പൊ വെള്ളക്കെട്ടുകൾ പുറകെ കാണുന്നത്. ഈ വെള്ളക്കെട്ട് തന്നെ വണ്ടി കൊണ്ടുപോയി തന്നെ ദുബായ് ആപ്ലിക്കേഷൻ ഉണ്ട്, ദുബായ് പോലീസ് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആ വണ്ടിയുടെ ഫോട്ടോ, എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫോട്ടോ അതിൽ അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സംഗതികളും അതിൽ തന്നെ ചെയ്തു തരുന്നുണ്ട്. ഓൺലൈൻ പരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇതുപോലുള്ള ആളുകളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പാനിക് ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾ പുറത്തു വിടാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും സേഫായി ജോലി ചെയ്യണം. ഇനി ഓരോരോ ഫേക്ക് ന്യൂസ് കണ്ടിട്ട് മുതലാളിമാരോടാ പറയാനുള്ളത്, മുതലാളിമാര് സ്റ്റാഫുകളെ വെട്ടിച്ചിരിക്കരുത്. ഉള്ളത് ഇപ്പൊ മൂവ് ആയിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പാനിക് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ല. ഇവിടെ എല്ലാവരും ഓക്കെ.